പാകിസ്ഥാൻ സൈന്യം നിരന്തരം ചത്തൊടുങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് ഓരോ ദിവസം കഴിയുമ്പോഴും കാണാൻ സാധിക്കുന്നത്. ദിവസവും ഇത്തരത്തിൽ ഒരു വാർത്തയെങ്കിലും ഇല്ലാതെ കടന്നു പോകുന്ന ഒരു ദിവസമില്ല എന്നുള്ളതും ഒരു സംഭവമാണ്. എന്തായാലും ഇന്ന് വരുന്ന വാർത്തകൾ പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖയിലെ ബജൗർ ജില്ലയിലെ ഏറ്റവും വലിയ വാണിജ്യ വിപണിയായിട്ടുള്ള ഇനായത്ത് കലായിയിൽ ഒരു സൈനിക വാഹനത്തിന് നേരെ ഭീകരമായിട്ടുള്ള ആക്രമണം നടന്നു എന്നുള്ളതാണ്. ഈ സംഭവത്തിൽ വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന 10-ലധികം പാകിസ്ഥാൻ സൈനികർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. സംഭവത്തിന് ശേഷം മാർക്കറ്റിൽ ഒരു കോലാഹലമുണ്ടായി. പഷ്തൂൺ പോരാളികൾ പാകിസ്ഥാൻ സൈനിക വാഹന വ്യൂഹത്തെ ലക്ഷ്യമിട്ടതായിട്ടാണ് പറയുന്നത്. അതായത് പഷ്തൂൺ പോരാളികൾ എന്ന് പറയുമ്പോൾ തെഹ്രീക്കെ താലിബാൻ ആകാനാണ് സാധ്യത കൂടുതൽ. എന്തായാലും തീവ്രവാദ നിരീക്ഷണ സംഘടനകളുടെ കണക്കുകൾ പ്രകാരം 2025 പാകിസ്ഥാനിൽ തീവ്രവാദ ആക്രമണങ്ങളിൽ ഗണ്യമായ വർധനവ് ഉണ്ടായിട്ടുണ്ട്. തെഹ്രീക്കെ താലിബാൻ, ബലൂച്ച് ലിബറേഷൻ ആർമി തുടങ്ങിയ തീവ്രവാദ സംഘടനകളാണ് പ്രധാന ആക്രമണങ്ങൾ നടത്തിയത്. സുരക്ഷാ സേന, പോലീസുകാർ, ചൈനീസ് പൗരന്മാർ എന്നിവയാണ് ഇവർ കൂടുതലായും ലക്ഷ്യം വെച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഇപ്പോൾ ഇതിൻ്റെ ഈ ആക്രമണത്തിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഇല്ലെങ്കിൽ തീർച്ചയായും, വയലേഷനും ഇല്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ അത് കാണിക്കുന്നതായിരിക്കും. എന്തായാലും 2025 പാകിസ്ഥാനിൽ നടന്നത് 5 പ്രധാനപ്പെട്ട ആക്രമണമാണ്. 2025 പാകിസ്ഥാനിൽ നടന്ന പ്രധാനപ്പെട്ട ആക്രമണത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ ഒന്നാം സ്ഥാനത്ത് ജൂണിൽ വടക്കൻ വസീറിസ്ഥാനിലെ മിർ അലി പ്രദേശത്ത് നടന്ന ഒരു ചാവേർ ആക്രമണത്തിൽ 16 വരെ പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹാഫിസ് ഗുൽ ബഹാദൂറിന്റെ സംഘമാണ് ഏറ്റെടുത്തത്. മെയ് മാസത്തിൽ ബലൂചിസ്ഥാനിലെ കച്ച് ജില്ലയിൽ മാച്ചിൽ നടന്ന ഒരു ബോംബാക്രമണത്തിൽ 7 സൈനികരാണ് കൊല്ലപ്പെട്ടത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം BLA ബലൂച്ച് ലിബറേഷൻ ആർമി ഏറ്റെടുത്തു. മൂന്നാമത് ആഗസ്റ്റിൽ ബലൂചിസ്ഥാൻ തീവ്രവാദികളുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ 9 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു. ഒരു പോലീസ് സ്റ്റേഷനും അതിർത്തി സേനാ വളപ്പും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. നാലാമത് ഏപ്രിലിൽ മസ്തുങ് പ്രദേശത്ത് പാകിസ്ഥാൻ സുരക്ഷാ സേനയുടെ വാഹനത്തെ ലക്ഷ്യമിട്ട് നടന്ന ആക്രമണത്തിൽ 3 സൈനികർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസൻ പ്രവിശ്യ ISK ഏറ്റെടുത്തു എന്ന റിപ്പോർട്ടുകളുണ്ട്. അഞ്ചാമത് ഏപ്രിൽ ക്വറ്റയിലെ മാർഗരറ്റ് പ്രദേശത്തുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ 4 ഫ്രോണ്ടിയർ കോർപ്സ് ഉദ്യോഗസ്ഥരാണ് ചത്തൊടുങ്ങിയത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.